1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. മേഘനും മഞ്ജുവും കേക്ക് മുറിക്കുന്ന സമയത്ത് ഇവിടെ ഇല്ലാത്തത് വലിയ കഷ്ടമായി പോയി. മേഘണ്ണേ, രാത്രി പുറത്തിറങ്ങാൻ പേടിയാണച്ച. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. ലക്ഷ്മിയുടെ ചെത കത്തിച്ചപ്പോ അവൻ എന്തൊരു ധൈര്യമായിരുന്നറിയോ. അവൻ എത്ര ആത്മാർത്ഥതയോടെയാ എല്ലാം ചെയ്തേ. അങ്ങനെയുള്ളവനാ അവളുടെ പ്രേതത്തെ പേടിക്കുന്നേ. പ്രേതമല്ലേ, പ്രേതം. അയ്യോ, നീ അങ്ങനെയൊന്നും പറയണ്ടടാ പ്രതാപ. എടാ, മരിച്ചു 16 കഴിയാതെ ആത്മാക്കള് ഭൂമി വിട്ടു പോകത്തില്ല. ഇവിടെയൊക്കെ തന്നെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവള് ചുറ്റിക്കറങ്ങി നടക്കേണ്ടത് അവള് ജനിച്ച വീടായിട്ടുള്ള നമ്മുടെ വീട്ടിലല്ലേ അമ്മേ. അപ്പൊ നമ്മളൊക്കെ അല്ലേ അവളെ കാണേണ്ടത്. ഇതിപ്പോ മേഘൻ ജനിച്ചു വളർന്ന അവന്റെ വീട്ടിൽ വെച്ചല്ലേ അവളെ കണ്ടത്. അതിലെന്തോ സത്യം ഉണ്ടെന്നാ തോന്നുന്നേ. കാരണം ഈ മേഘനെ അങ്ങനെ ഭൂതപ്രേത പിശാചുക്കളെ ഒന്നും പേടിയില്ലാത്ത കൂട്ടത്തിലാ. അവള് മരിച്ച സമയത്തെ സാരി ഉടുത്തോണ്ട് വന്നെന്നാ മേഘേട്ടൻ പറഞ്ഞത്. ആ സാരിയോടെ മോളെ അവളെ കത്തിച്ചത്. പിന്നിനി മരിച്ചവള് സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ ഒക്കെ പോയപ്പോ അവിടെ വല്ല തുണികട ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതുപോലൊരു സാരി വാങ്ങിക്കാൻ. മേഘൻ ഇന്ന് വരുമെന്നായിരുന്നു എന്റെ വിചാരം. എങ്കില് അവരെ ഒന്ന് കളിയാക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു ഞാൻ. കേക്ക് വന്നു. അവൻ എന്നോട് എത്ര വൈകിയേ? എന്താടാ ചെക്ക വൈകിയേ? കേക്ക് സെറ്റാക്കാൻ കുറച്ച് സമയമെടുത്തു. ഓ, പിന്നെ നമ്മളാരും കേക്ക് കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് എടുത്തു പോയി. ആ, നിങ്ങൾ തന്നെ സെറ്റ്. ആ ശരി. ഉണ്ണി ഓർഡർ ചെയ്തോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ കേക്ക് കൊണ്ടേ വരുള്ളായിരുന്നു. അതെ, മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്ന് എഴുതി വെക്കണ്ടേ? വേണം, അയാളൊന്ന് പോട്ടെ. മെഴുകുതിരി എത്ര എണ്ണം വെക്കണം? ഒരെണ്ണം മതി. ശരി. അതെ, അടുത്ത വർഷം ഇതേ ദിവസം 2 എണ്ണം വേണം. ഇതിനകത്ത് ആരുടെയെങ്കിലും ബർത്ത്ഡേയോ ഇനോഗ്രേഷനോ എഴുതാൻ പറഞ്ഞില്ലായിരുന്നു? എഴുതാൻ പറഞ്ഞില്ലെങ്കിൽ എഴുതരുത്. എഴുതിയിട്ടില്ല. താമസിച്ചു വന്നിട്ട് അവന്റെ ഓരോരോ ചോദ്യങ്ങള്. ഇവന്റെ ബാക്കി പൈസ കൊടുത്തായിരുന്നോ? എത്രയായി? അഡ്വാൻസ് 100 രൂപ തന്നെ. ഇനി 1200 കൂടെ തരണം. വേണ്ട വേണ്ട അവനെ വേണ്ട, ഞാൻ കൊടുത്തോളാം. ഇത് 1500 ബാക്കി 300 നീ വെച്ചോ. അയ്യോ, അത് വേണ്ട സാറേ. വേണ്ടേ? അല്ല, നീ അത്രയ്ക്ക് വലിയ കാശുകാരാണെങ്കിൽ ഇങ്ങനെ തന്നേക്ക്. സാർ, എന്നാ ഞാൻ പൊക്കിയോട്ടോ സാർ? ആയിക്കോട്ടെ. ഇവനെയൊക്കെ വീട്ടിലേക്ക് വരുത്താതെ ഏതെങ്കിലും ബേക്കറി പോയി വാങ്ങിച്ചാ പോരായിരുന്നോ ഉണ്ണിക്കുട്ടാ? എന്റെ അമ്മ, ഞാനും അത് പറഞ്ഞതാ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയതാ മുത്തശ്ശി. ഓ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലേ? ഏയ്, ഒരു കുഴപ്പമില്ല. ഹലോ